സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 46-ാം ദിവസം എപ്പിസോഡ് 47 ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ രാജാ റാണി ടാസ്കിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നങ്ങളും ഇവരെടുത്തുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും രണ്ട് ഹൗസിനുള്ളിലേക്കും രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി, അത് ഗേൾസ് ആണെന്നുണ്ടെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്ത് ബോയ്സ് നമ്മുടെ ഈ ടാസ്ക് നിർത്തിവെച്ചതിന് ശേഷം ബോയ്സിൻ്റെ റൂമിനുള്ളിൽ കയറി ഇവരുടെ വാളും സാധനങ്ങളും ഒക്കെ എടുത്തു വന്ന ആ ഒരു പ്രശ്നം ബോയ്സ് അത് വളരെ നീറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ എവിടെ തീർന്നോ അത് അവസാനിച്ച് പുതിയതായി തുടങ്ങാമെന്ന രീതിയിലേക്ക് വരുന്നു. ഒടുവിൽ ഗേൾസും ഇത് അവർ റിയലൈസ് ചെയ്തത് തെറ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എടുത്ത വാളും അതുപോലെ തന്നെ നമ്മുടെ ചെങ്കോലും കാര്യങ്ങളും ഒക്കെ ബോയ്സ് എടുത്തത് അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്ത് ആ ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവരും തുടങ്ങുന്നതാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ ഇന്നലത്തോടു കൂടി രാജാറാണി ടാസ്ക് അവസാനിക്കുകയും ബോയ്സിൻ്റെ ഒരു വമ്പൻ വിജയവും ആണ് കാണാൻ സാധിച്ചത്. അതോടൊപ്പം ഗേൾസ് ടീമിനുള്ളിൽ തന്നെ ഒരു യൂണിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളും അത് തുടക്കം തന്നെ വ്യക്തമാണ്. അത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ഒരു ദിവസവും മൊത്തത്തിൽ ഈ ഒരു ടാസ്ക് അവസാനിച്ചതോടുകൂടി വ്യക്തമാകുന്നത്. അപ്പം ആ ഒരു പുതിയൊരു തുടക്കത്തോടു കൂടി ടാസ്ക് തുടങ്ങുകയും വീണ്ടും കൂടുതലും മൊത്തത്തിൽ ഈ ഒരു ടാസ്കിൽ രണ്ട് ടീമുകളും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കാഴ്ചവെക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിലായിരുന്നു രണ്ട് ടീമുകളും നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും ബോയ്സിൻ്റെ സൈഡിൽ നിന്നാണ് കുറച്ചുകൂടി ഒരു ഗെയിം പ്ലാനിങ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആ ഒരു ഗെയിമിനുള്ളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓഡിയൻസിന് കാണാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് അവരുടേതായ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളും വർക്കൗട്ടുകളും എല്ലാം നടത്തി പ്രോപ്പറായിട്ട് ഒരു 80% എങ്കിലും എത്തുന്ന രീതിയിൽ നടത്തിയത് ബോയ്സിൻ്റെ ടീമാണ്. ഗേൾസിൻ്റെ ടീമിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, എൻ്റർടൈനിങ് ഫാക്ടറേ ഒന്നുമില്ല. മൊത്തത്തിൽ കാണുന്നവരെ തന്നെ വെറുപ്പിക്കുന്ന രീതിയിലാണ് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും അവരുടെ ടീമിനുള്ളിൽ തന്നെ പല കാര്യങ്ങൾക്കും ചേരാതെ വരികയും അവരുടെ ടീമിനുള്ളിൽ തന്നെ തമ്മിൽ തല്ലും അടിയും പ്രശ്നങ്ങളും തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡും. ആസ് യൂഷ്വൽ നമ്മൾ ഇത്രയും നാളും കണ്ടത് വന്നുപോലെ തന്നെയാണ് ഇന്നലെയും അവരുടെ ടീമിനുള്ളിൽ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടാസ്കും അവരുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്നത്. കാരണം ഇതുവരെ ഒരു ടീം എഫേർട്ട് എടുത്തല്ലെങ്കിൽ ഒരു ടീം ടാസ്കിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എന്ത് ഈഗോ ആണെന്നുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ അവർക്കുള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് ടീം എന്ന് പറയുമ്പോൾ ഒരു ടീം ടാസ്ക് വന്നു കഴിയുമ്പോൾ അവരതൊക്കെ മറന്ന് ഒന്നിച്ച് നിന്ന് ഒരു ടീം വർക്കിൽ ആ ഒരു ടാസ്ക് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെയും ഒരു 7ാമത്തെ ആഴ്ച ബിഗ് ബോസ് സീസൺ 8 നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാണുന്നത്. അതുതന്നെയാണ് ഇന്നലത്തെ ഒരു ടാസ്കിലും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്കിലേക്ക് രാജാവാണെന്നുണ്ടെങ്കിൽ റാണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാച്ചന അതുപോലെ തന്നെ റാണവ് രണ്ടുപേരും അട്ടർ വേസ്റ്റ് ആയിരുന്നു. ഒരു ഉപകാരവും ഇല്ല, ഒരു രീതിയിലുള്ള കമാൻഡിങ് പവറോ ഒരു രാജാവിൻ്റെ അല്ലെ റാണിയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ അതിന് താഴേക്ക് വന്ന നമ്മുടെ രാജഗുരുവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പടത്തലവനാണെന്നുണ്ടെങ്കിലും ബോയ്സിൻ്റെ സൈഡിൽ അവരുടെയൊക്കെ ഒരു ഗെയിമിലാണ് ഈ ഒരു ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഗേൾസ് ടീം കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും എല്ലാം കൊണ്ടുവന്നത് കൊണ്ട് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നീണ്ടുപോയി എന്ന് മാത്രം. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഗേൾസ് ടീമിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. അവരുടെ പടത്തലവിയായിട്ടുള്ള മഞ്ജരി, അതായത് ക്യാപ്റ്റൻ കൂടിയാണ്, വളരെ ബയസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു റോളിൽ നിന്നുകൊണ്ട് പോലും നീതി നൽകുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജഗുരുവായ പവിത്രയാണ് കുറച്ചെങ്കിലും ആ ഒരു റോള് ക്യാരക്ടർ പിടിച്ച് പെർഫോമൻസ് വൈസ് എങ്കിലും എന്തെങ്കിലും ചെയ്തു. പക്ഷേ ഒരു ഗെയിമിലേക്ക് വന്നു കഴിയുമ്പോൾ ഗെയിം പ്ലാനിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല. പക്ഷേ ആ ക്യാരക്ടർ പെർഫോമൻസിൽ മികച്ചു നിന്നത് എന്ന് പറയാം. ബാക്കിയെല്ലാം തന്നെ അട്ടർ വേസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ ബോയ്സിൻ്റെ സൈഡിൽ കുറച്ച് പ്ലാനുകളുണ്ടായിരുന്നു. അവരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾ, അതായത് ആ രാജ്യത്തുള്ള ഓരോ സാധനങ്ങൾ എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ അവർ കാണാതെ എടുക്കാനൊക്കെ അവർ വളരെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒറ്റുകാരൻ ആരാണെന്ന് അതുപോലും ഈ പറയുന്ന ഗേൾസ് ടീമിന് ബോയ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒറ്റുകാരൻ അവരുടെ കൂടെയുള്ള ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ജാക്കലിനാണ് ഒറ്റുകാരനായിട്ട് നിന്നത്. പക്ഷേ അവർക്ക് ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ തിരിച്ച് നമ്മുടെ ഗേൾസ് ഏർപ്പെടുത്തിയ ഒറ്റുകാരൻ നമ്മുടെ ശിവകുമാറിനെ അവർ ആദ്യ ദിവസം തന്നെ കണ്ടുപിടിക്കുകയും അത് കഴിഞ്ഞ് ശിവകുമാറിനെ അതിലിട്ട് കളിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ അവസാന ദിവസമായിട്ട് പോലും അവർക്ക് സംശയത്തിൻ്റെ നിലയിൽ പലരും ഉണ്ടെന്നല്ലാതെ ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ എന്ന നിലയിലേക്ക് വരുന്നല്ലാതെ ഒറ്റുകാരനെ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മൊത്തത്തിൽ ഗെയിമിലേക്ക് വരാൻ അവർക്ക് സാധിച്ചില്ല. പുതിയ പ്ലാനുകൾ തയ്യാറാക്കാൻ സാധിച്ചില്ല. ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്ന ഈ ഒരു ഗെയിമിൽ മുന്നേറാനുള്ള ടാസ്കുകൾ കൊടുക്കുന്നതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി 5 പടിക്കെട്ടിലുള്ള മെയിൻ സിംഹാസനത്തിലേക്ക് കയറാൻ 2 പടിക്കെട്ടുകൾ ഓൾറെഡി ബോയ്സ് താണ്ടിക്കഴിഞ്ഞു. പിന്നീട് ഇന്നലെ വന്ന ടാസ്കുകളിലും വിജയിച്ച് 4 പടിക്കെട്ടുകൾ കടന്ന് ബോയ്സ് ടീം മുന്നേറിയപ്പോൾ ഒരു ടാസ്കിൽ, അതായത് നമ്മുടെ സമയം കറക്റ്റായിട്ട് പറയുന്ന, ഓരോ ദിവസം ഇന്ന സമയം കറക്റ്റായിട്ട് പറയണമെന്ന് ബിഗ് ബോസ് 2 രാജഗുരുക്കന്മാരെ ഏൽപ്പിച്ചിരുന്നു. നമ്മുടെ റയാൻ, അതുപോലെ തന്നെ ഇപ്പുറത്ത് പവിത്ര. അപ്പം ഇവർ ഓരോ സമയം കറക്റ്റായിട്ട് പറയണം. ബിഗ് ബോസ് പറയുന്ന 1 മണി, 6 മണി, 8 മണി, അങ്ങനത്തെ ഓരോ സമയങ്ങൾ കൊടുത്തിരുന്നു. 1 മണി, 3 മണി, 6 മണി, 9. അപ്പോൾ ഈ സമയങ്ങൾ ഏകദേശം അവർക്ക് എപ്പോഴാണോ അത് കറക്റ്റാകുന്നത് തോന്നുന്നത് ആ സമയം വന്ന് ബിഗ് ബോസിനോട് പറയുക. ആ സമയം ഏകദേശം കറക്റ്റാകുന്നു, കൂടുതൽ അതിൻ്റെ നിയർ ബൈ വരുന്ന ഏത് ടീമാണോ അവർക്കായിരിക്കും വിജയിക്കുന്നത്. അപ്പം ആ ഒരു ടാസ്കിൽ മാത്രമാണ് ഗേൾസ് ടീമിന് വിജയിക്കാനായത്. അതായത് ഗസ് ചെയ്യുക, ട്രൂ ഓർ ഫോൾസ്, അങ്ങനെയുള്ള ഗെയിമുകളിലൊക്കെയാണ് ഗേൾസിനെ കൊണ്ട് വിജയിക്കാൻ പറ്റുന്നത്. അതായത് ഭാഗ്യം കൊണ്ട് മാത്രം വിജയിക്കേണ്ട അവസ്ഥയാണ്. അല്ലാണ്ട് ഒരു ഗെയിം ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ടീം വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്കിലേക്ക് വരുമ്പോഴൊന്നും വിജയിക്കാൻ ഇതുവരെയും ഗേൾസ് ടീമിന് പ്രോപ്പറായിട്ട് സാധിക്കുന്നില്ല. അത് അവരുടെ ടീമിനുള്ളിൽ തന്നെ യൂണിറ്റി ഇല്ലായ്മയാണ്. അത് ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിക്കാതെ വരുന്നതും. അപ്പം ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഒടുവിൽ 4 പടിക്കെട്ടുകളും കടന്ന് ബോയ്സ് ടീം തന്നെയാണ് ഇന്നലത്തെ ആ ഒരു രാജാറാണി ടാസ്കിൽ വിജയിച്ചത്. അപ്പം നമ്മുടെ റാണവാണ് രാജാവായിട്ട് വന്നത്. ആ ഒരു വിജയത്തോടു കൂടി മികച്ച രീതിയിൽ തന്നെ അവർ ആ ഒരു വിജയം ആഘോഷിക്കുകയും നല്ല ഒരു മികച്ച ആ ഒരു അവസാന സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബോറടിയൊക്കെ മാറി. പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടായിരുന്നു. കുറച്ച് അവരുടേതായ കുറച്ച് ഗെയിംസുകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻസുകളും എല്ലാം ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നല്ലൊരു കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇതിനിടയിലും ഈ പറയുന്ന ഗേൾസ് ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെറുപ്പീരും കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ടോക്കും, ശരിക്കും ഈ ഗെയിം തന്നെ കുറച്ച് ആ ഒരു ഗെയിമിൻ്റെ ബ്യൂട്ടി തന്നെ നഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ അതിനകത്ത് വർക്കൗട്ടാക്കി എന്നതാണ്. അതായത് ബോയ്സ് ടീമിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് അവരെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ടാസ്കിനുള്ളിലും ഈ ഒരു ഹൗസിൻ്റെ റൂളുകളും കാര്യങ്ങളും അനാവശ്യമായിട്ട് വരികയും ഇവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ബോയ്സിനെ ഇവരുടെ സൈഡിലേക്ക് വരുന്നതിൽ കൂടുതൽ ടാസ്കുകൾ കൊടുത്ത് വെറുപ്പിക്കുന്നു, വരുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ മാക്സിമം ആ ഒരു രീതിയിലേക്ക് റിവെഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ തീർക്കാനുള്ള ഒരു പ്ലേസ് അല്ലെന്നുണ്ടെങ്കിൽ സമയം ഈ ഒരു ടാസ്കിനുള്ളിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായി. ഇവരുടെ തീരുമാനങ്ങൾ ഗേൾസ് ടീമിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അവർ തമ്മിൽ അടിപിടി ഉണ്ടാകാനുമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ടാസ്കിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ടാസ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിംസുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതുപോലെ ആ ഒരു ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ബോയ്സിനെ തോൽപ്പിക്കാനും അവർക്ക് സാധിക്കാതെ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവർക്ക് തമ്മിലുള്ള ഒരു യൂണിറ്റി ഇല്ലായ്മ അവരെ എത്തിച്ചേർത്തത്. എന്തായാലും മൊത്തത്തിൽ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം തീർത്തും ലാഗില്ലായിരുന്നു. അത്രയ്ക്കും ബോറടിപ്പിക്കുന്ന രീതിയിലല്ലായിരുന്നു. ബിഗ് ബോസും കുറച്ചുകൂടെ ഗെയിംസുകളെല്ലാം ഇന്നലത്തെ ദിവസം തന്നെ എല്ലാം കൂടെ കൊണ്ടുവന്ന് മൊത്തത്തിലൊന്ന് ടൈറ്റാക്കി കൊടുത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ തീർത്ത് ബോറടിപ്പിക്കാത്ത രീതിയിൽ മികച്ച രീതിയിൽ തന്നെ പോയി. അപ്പം അങ്ങനെ 2 മികച്ച രീതിയിലുള്ള ടാസ്കുകളിലും വിജയിച്ച് ബോയ്സ് തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വിജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പോൺസർ ടാസ്കും കാര്യങ്ങളും ഒക്കെയാണ് വന്നത്. അതിലും ബോയ്സ് ടീം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ബോയ്സ് ടീം തന്നെയാണ് മികച്ച വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടാസ്കുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ നോമിനേഷൻ ഫ്രീ പാസുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ബോയ്സ് തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു 7ാമത്തെ ആഴ്ചയുടെ അവസാന നിമിഷവും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ യൂണിറ്റിയുടെ ഗുണം കൊണ്ടാണ്, മാക്സിമം അവരുടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മികച്ച ടാസ്കുകളിലെല്ലാം വിജയിക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ഇനി വരുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക്, ബെസ്റ്റ് പെർഫോമർ, വേഴ്സ്റ്റ് പെർഫോമർ. അതിൻ്റെ ഒരു വീഡിയോയുമായി അടുത്തത് വരാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.